എല്ലാവരും കൂടെ അവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മച്ചമാരെ, ഞാനിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നത് കടിയപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഫിഷിംഗ് ഹാർബറിലാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിരുന്നത് 10 രൂപ മുതൽ കൂട്ടുന്ന ലേലവിളിയാണ്. അപ്പോ ഏകദേശം 1:30 സ്റ്റാർട്ട് ചെയ്ത ലേലം വിളി ഇതുവരെ നിന്നിട്ടില്ല. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണി 2:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ വള്ളങ്ങള് ചെറിയ ചെറിയ വള്ളങ്ങൾ, ഇതുപോലുള്ള വള്ളങ്ങളാണ്. അപ്പൊ ഈ മീൻ കച്ചവടത്തിന്റെ കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു ഫുൾ വീഡിയോ ആണ്. പറ്റുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ വള്ളങ്ങൾ മീനുകളെ കൊണ്ടുവരുന്ന ഏത് ടൈപ്പ് വള്ളങ്ങളെല്ലാം ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. അപ്പൊ നേരെ നമുക്ക് ഇതിന്റെ തുടക്കത്തിൽ നിന്ന് പോവാം കേട്ടോ. അപ്പോ സമയം ഏകദേശം 1 മണിയായി. അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കടിയപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചിലാണ്. അപ്പൊ ഇവിടത്തെ വള്ളങ്ങൾ ഏകദേശം വള്ളങ്ങളൊക്കെ പണിക്ക് ഇറക്കിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടന്ന് ഒരാള് സംഘത്തിലുള്ള ഒരാൾ മരിച്ചതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും പണിക്ക് പോകാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം വള്ളങ്ങൾ മാത്രം പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വള്ളം മീൻ വിൽപ്പനയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വള്ളം ഓടി വരുന്ന കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു വള്ളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വള്ളം മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോയാണ്. അപ്പം മുകളിലോട്ട് കയറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉരുളകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ഉരുളകളെന്ന് പറഞ്ഞാൽ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉരുളകളൊക്കെ ഉണ്ട്. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് മുതലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തടി ഉരുളകളാണ്. അപ്പോൾ ഈ ഉരുളകളാണ് വള്ളത്തിനടിയിലൊക്കെ ഇരിക്കുന്നത്, കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണല്ല, കല്ല് ഷെല്ലൊക്കെ ചേർന്ന് റെഡിയായതാണ്. ഇത് കണ്ടില്ലേ, എല്ലാം കല്ലുകളും ഷെല്ലുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവിടുത്തെ വള്ളങ്ങളെല്ലാം മുകളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തടി ഉരുണ്ടകൾ ഉപയോഗിക്കും. അപ്പൊ അടുത്ത വള്ളവും വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ തടി വെച്ചിട്ടുണ്ട്. അപ്പൊ തടി വെച്ചിട്ട് ഉരുട്ടിയിട്ടുണ്ട്. അതായത് മണ്ണിലോട്ട് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടികൾ വയ്ക്കുന്നത്. സരായിട്ട് കേറി പോന്നു. കാരണം 4 പേര് ചേർന്നൊരു വെള്ളം പിടിച്ചിട്ട് പോവുകയാണ്. ആദ്യത്തെ വള്ളം മുകളിൽ കയറ്റി കഴിഞ്ഞ് ഇനി അടുത്ത വള്ളം മുകളിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വന്ന വള്ളങ്ങളെല്ലാം മുകളിലോട്ട് കയറ്റി കഴിഞ്ഞ് ഇനി ഇവർക്ക് എന്ത് മീൻ കിട്ടിയെന്നുള്ളത് കാണാട്ടാ. വള്ളത്തിൽ മീനൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കണ്ട. വള്ളത്തിലെ മീനുകൾ നമ്മൾ തൂട്ടാറ എന്ന് പറയും. അപ്പോൾ ആ അറയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വറ്റയുണ്ട്, വേള ഉണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഒരു ഇടത്തരം മറ്റം സൈസ്. അപ്പോൾ ഇതിൻ്റെ മീൻ കച്ചവടം അവിടെയാണ് നടക്കുന്നത്. അവിടെ ആൾക്കാരൊക്കെ വന്ന് കൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് വള്ളങ്ങളിലൂടെ വരാനുണ്ട്. അടുത്ത ഓരോ വള്ളങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ആ വള്ളങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോകത്തുള്ളെന്ന് തോന്നുന്നു കേട്ടോ. മീനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കൂട്ടങ്ങളെല്ലാം വന്ന് ഷെഡ് നിറയെ ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30 1:30-ക്കല്ലാതെ മീൻ കച്ചവടം സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ 1:30 തൊട്ട് എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് അവസാനം എത്ര മണി വരെ ഉണ്ടെന്നുള്ളത് പറയാട്ടോ. 1:30 ആയിട്ടുണ്ട്. 1:30 ആയപ്പോഴേക്കും ഒരൊറ്റ മീൻ തൂക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ മീനുകളായിട്ടുള്ള ലേലം വിളിയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. ഇവിടെ മീൻ ലേലം വിളി തുടങ്ങി. அஞ்சு வளைய 500 ரூபாய் கேள்வி 500 ரூபாய் கேள்வி 500 ரூபாய் கேள்வி 500 ரூபாய் 500 ரூபாய் கேள்வி லைன்ஸ் 500 ரூபாய் கேள்வி 510 510 40 540 540 கேள்வி 50 550 லைன்ஸ் 550 550 குமார் சாரா 600 ரூபாய் 600 ரூபாய் 600 ரூபாய் 600 ரூபாய் லைவ் ஸ்பெல் லைவ் இப்போ வீடியோல 600 ரூபாய் 600 ரூபாய் 600 ரூபாய் 600 ரூபாய் கேள்வி என்னமா 600 ரூபாய் கேள்வில விடுங்க 600 ரூபாய் 500 ரூபாய் ரெண்டு கேள்வி 500 ரூபாய் ரெண்டு கேள்வி 10 510 510 கேள்வி 510 20 520 530 30 50 500 1600 1600 1600
650 1650 1650 800 ரூபாய் 800 ரூபாய் 800 ரூபாய் 800 ரூபாய் 800 ரூபாய் 600 3 பேரு 650 700 750 800 800 10 810 20 820 30 50 850 60 860 வத்தப்பாறை கேட்டாங்க 1500 1500 1500 1500 1500 1500 1500 கேள்வி இல்லையம்மா 1000 ரூபாய் கேள்வி 50 100 1100 150 200 250 300 350 400 1400 1400 800
மஞ்சப்பாரு சின்னது ஒண்ணு கேட்டவங்க கேளுங்க. 500 ரூபாய் 500 ரூபாய் 500 ரூபாய் 500 ரூபாய் 500 கேள்வி 500 ரூபாய் கேள்வி 500 கேள்வி 10 510 20 520
350, 400, 450, 500, 50, 600, 600 மேல 650, 700, 2700, 2700, வெங்கடு 2700, 750, 2750, 800 பைசா இருக்கா? 2800 பைசா இருக்கா? 10, 20, 50, கொடுத்துறேன் அப்ராசி பாக்குது 1 மணி நேரமா பாக்குறேன் 10, 10, 20, 30, 40, 50, 60, 70, பைசா 580, 580, 90, 600, என்ன விலையா 200 ரூபாய் സമയം ഏകദേശം 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീൻ കച്ചവടം ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ വള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് 1:30-ക്ക് ശേഷമാണ് വള്ളങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഏതായാലും മീൻ കച്ചവടമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബൾക്കായിട്ട് വരുന്ന മീനുകൾ മാത്രമാണ്. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 1000-ത്തിനകത്താണ് പോകുന്നത് കേട്ടോ. അത്രയ്ക്കുള്ള മീനുകൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടൊക്കെയാണ് ഇവിടെ ലേലം വിളിക്കുന്നത്. ഏതായാലും മീൻ കച്ചവടം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോ നാടുകളിലും ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ 10 രൂപ വെച്ചാണ് കൂട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസും അതുപോലെ തന്നെ മീൻ കച്ചവടമൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.